പ്രണാമം. ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു. അവതാരത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാം എന്ന് നമ്മൾ ഇന്നലെ തീരുമാനിച്ചത്. അതിനു മുൻപ് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഈശ്വരനിൽ, ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഈശ്വരനിൽ ശരിയായി വിശ്വസിക്കുന്ന ആർക്കും ഈശ്വരൻ അവതരിച്ചു എന്ന് വിശ്വസിക്കാനേ സാധ്യമല്ല. ഞാൻ പറയുന്നത് അല്പം ഒന്ന് ആലോചിച്ചു നോക്കുക. ആരാ ഈശ്വരൻ? ഇനി ബ്രഹ്മമോ വിഷ്ണുവോ ശിവനോ അല്ലെങ്കിൽ അല്ലാഹോ അല്ലെങ്കിൽ പിതാവോ ആരുമായിക്കോട്ടെ, ഈശ്വരൻ ഈ പ്രപഞ്ചവുമായി അദ്ദേഹത്തിന് എന്താ ബന്ധം? അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. ആർക്കെങ്കിലും, ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്, ഏതു തരത്തിലുള്ള ഈശ്വരനും ആവട്ടെ, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നത് ഈശ്വരനാണ്. സൃഷ്ടിച്ചത് ഈശ്വരനാണ്. എന്നിട്ട് ആ പ്രപഞ്ചത്തിൽ ഒട്ടേറെ കുഴപ്പങ്ങളെന്നും. ആരാ ഉത്തരവാദി? കുഴപ്പമുണ്ടാക്കുന്നവരാണോ ഉത്തരവാദി? കുഴപ്പം ഉള്ള ഒരു പ്രപഞ്ചത്തെ എന്തിനു സൃഷ്ടിച്ചു? ആരോട് ചോദിക്കാൻ? ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കരുതുകയാണെങ്കിൽ എന്തിനങ്ങനെ സൃഷ്ടിച്ചു? തനിക്ക് തന്നെ എന്തിനീ പ്രാരബ്ധം വരുത്തി വെച്ചു? അങ്ങേയറ്റം കുഴപ്പമുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രക്ഷാളനാത്തി പങ്കസ്യ ദൂരഃ അസ്പർശനം വരം. ഈ ചെളി ചവിട്ടി പിന്നീട് പോയി കഴുകുന്നതിനേക്കാൾ അല്പം അകലെ കൂടി ആ ചെളിയിൽ ചവിട്ടാതെ പോകുന്നതല്ലേ ഭേദം? താൻ സ്വയം കൊള്ളരുതാത്ത ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ പ്രപഞ്ചത്തിലെ കുഴപ്പം തീർക്കാൻ താൻ അവതരിച്ചു. ഇതൊന്നിടെ അപ്പാടാണ്. തികച്ചും പരസ്പര വിരുദ്ധമല്ലേ? അതിനെ കുഴപ്പമുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ? പിന്നെ ഈ അവതരിക്കുന്നത് എന്തുമാത്രം ക്ലേശമാണെന്നോ? താൻ മാത്രമൊന്നുമല്ല അവതരിക്കുന്നത്, തൻ്റെ കൂടെ പിന്നെ ഒരുപാട് ആളുകൾ. വിഷ്ണു അവതരിക്കാൻ ഭാവിച്ചപ്പോൾ തന്നെ, അതായത് ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ കൂടെ, എന്താ ഈ ബ്രഹ്മാവ് ദേവന്മാര്? ഭഗവാൻ ഒരു രാവണനെ സൃഷ്ടിച്ചപ്പോ ബ്രഹ്മാവിനും ഇരിക്കപ്പുറതിയില്ല, ദേവന്മാർക്കും ഇരിക്കപ്പുറതിയില്ല, ഭൂമിദേവിക്കും ഇരിക്കപ്പുറതിയില്ല, അവർക്കാർക്കും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അവരെല്ലാവരും കൂടെ വിഷ്ണുവിൻ്റെ അടുത്തെത്തി എന്നാണിതാ രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു എന്നാണ്, എനിക്കറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, വലിയ കുഴപ്പമുണ്ട്, ഞാൻ പരിഹരിക്കാം, ഞാൻ ദശരഥന്റെ പുത്രനായി ജനിക്കാം. അപ്പോൾ ഇനി ദശരഥന്റെ പുത്രനായി ജനിച്ചിട്ട് ഈ കുഴപ്പമൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് പറ്റൂ. അല്ല, കുഴപ്പമുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് പോട്ടെ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ക്ഷണമാത്രം കൊണ്ട് സൃഷ്ടിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികളും വേദാന്ത പുരാണങ്ങളും ഒക്കെ പറഞ്ഞു. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. എടാ, ഭഗവാന് അവിടെ നിന്നും കൊണ്ട് രാവണൻ ഭസ്മമായി പോട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ? എന്നിട്ട് പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, ഇതൊന്നും ഭഗവാനോട് ഉള്ള തെറ്റായ ചിന്തകളുണ്ടല്ലേ? ഇതിനൊക്കെ ഒരൊറ്റ പരിഹാരം ഭഗവാനേ ഉള്ളൂ. ഇവിടെ രാവണനുമില്ല, വേറെ ആരുമില്ല. ഗംഭീരമായ ഒരു ഇന്ദ്രജാലം. ഇന്ദ്രജാലം എന്തിനെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, എന്താ ദോഷം? ഒരു കുഴപ്പമില്ല.
എന്നിട്ട് അവിടെ നിന്ന് രാവണനെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, ഞാൻ ദശരഥന്റെ മകനായി ജനിക്കാം. ദേവന്മാരോടൊക്കെ പറയുകയാണ്, നിങ്ങളെല്ലാം പോയി വാനരന്മാരായി ജനിക്കണം എന്നെ സഹായിക്കാൻ. ഞാൻ തനിച്ച് ഇതൊന്നും പറ്റില്ല. നിമിഷം കൊണ്ട് പ്രപഞ്ചത്തെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാൻ പറയുകയാണ്, എനിക്ക് തനിയെ രാവണനെ കൊല്ലാനൊന്നും ഒക്കില്ല, എനിക്ക് ഒരുപാട് സഹായം വേണം. നിങ്ങളൊക്കെ പോയി വാനരന്മാരായി ജനിച്ച് അവിടെ വനങ്ങളിൽ ഫലമൂലങ്ങളും ഒക്കെ ഭക്ഷിച്ച് കഴിഞ്ഞു കൂടണം, ഞാൻ വരും, കാത്തിരിക്കണം. എന്നിട്ട് മായ ദേവിയോട് പറയുന്നു, നീ പോയി ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ സീതയായി ജനിക്കണം. അങ്ങനെ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ അങ്ങോട്ട് തീരുമാനിച്ച് ദേവന്മാരോടും ബ്രഹ്മാവിനോടും പറയുകയാണ്, നിങ്ങളൊക്കെ പൊയ്ക്കോളെ. ഇനി എത്ര കാലം വേണം? അതിന് 10 മാസം വേണം കുഞ്ഞ് ജനിക്കാൻ. നേരെ മറിച്ച് ആ ജഗദീശ്വരൻ അവിടെ ഇരുന്നുകൊണ്ടൊന്ന് കണ്ണിമ വെട്ടിയാൽ മതി, ലങ്കയും ഇല്ല, ഒന്നുമില്ല, അതുപോലും ചെയ്യുന്നില്ല. അവതരിക്കാൻ തീരുമാനിക്കുകയാണ്. കോട്ടെ അവതരിച്ചു. ഇനി അവതാരം കഴിഞ്ഞു. ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. ഇത് ഞാനല്ലേ, ഇത് വാൽമീകിയും എഴുത്തച്ഛനും ഒക്കെ എഴുതി വച്ചിരിക്കുക. ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഈ പറയുന്നതിനർത്ഥം ഈ കഥകളൊക്കെ വിശ്വസിക്കരുതെന്നോ ഒന്നുമല്ല. സത്യമുറപ്പിക്കുക. ഇവിടെ രണ്ടില്ല, രണ്ടുണ്ടെന്ന് ചിന്തിച്ചു പോയോ ഒരൊറ്റ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധ്യമല്ല. എന്തിന് ഭഗവാൻ അവതരിച്ചു? ഉത്തരമേ പറയാൻ സാധ്യമല്ല. അവതരിച്ചു. ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും അവതാരങ്ങളെ പരിശോധിച്ച് നോക്കുക. ഏറ്റവും വിലപ്പെട്ട 2 അവതാരങ്ങളാണ്. ശ്രീരാമൻ വന്ന് ജനിച്ചു, വളരെ പ്രയാസപ്പെട്ടു. ദശരഥൻ വലിയ പുത്രകാമേഷ്ടി പറയുന്ന പുത്രകാമേഷ്ടിയൊക്കെ നടത്തി പായസമൊക്കെ ഉണ്ടാക്കി ഭാര്യമാർക്കൊക്കെ കൊടുത്ത് രാമൻ ജനിക്കുകയാണ്. രാമൻ ജനിച്ചു. രാമൻ ജനിച്ച അന്നു മുതൽ ദശരഥനും യാതൊരു സ്വസ്ഥതയുമില്ല. ഭഗവാൻ അല്ല, ഞാനിതെന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, ഇനി ആർക്കെങ്കിലും ഭഗവാൻ മകനായിട്ട് ജനിച്ചാൽ തിരക്കേടില്ലായിരുന്നു എന്ന ചിന്ത ഉണ്ടെങ്കിൽ ആലോചിച്ചു വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ പറയല്ല. ദശരഥന് വല്ല സ്വസ്ഥതയുണ്ടോ? എന്താ ഭഗവാൻ ആ സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കാത്ത? ശ്രീകൃഷ്ണൻ ജനിച്ചു, വല്ല സ്വസ്ഥതയുണ്ടോ? ജയിലിലാണ് കിടക്കുന്നത്. അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുമ്പോഴാണ് കൃഷ്ണൻ ജനിക്കുന്നത്. അതിപ്പോ എന്ത് ചെയ്യാം? അവര് ജയിലിലായിപ്പോയി. എന്താ ഭഗവാന് ജയിൽ മോചിപ്പിച്ചുകൂടെ? അതിനൊക്കെ ഇപ്പൊ കുഞ്ഞല്ലേ, ജനിക്കുന്നതിന് മുൻപ് അതിനൊക്കെ ഉള്ള കഴിവ് ഭഗവാനുണ്ടോ? സ്വന്തം കാര്യത്തിൽക്ക് ആ കഴിവൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ കിടന്ന കംസൻ കൊല്ലും എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് അച്ഛനോട് ജനിച്ചുടൻ പറയുകയാണ്, എന്നെ നന്ദഗോപന്റെ അടുത്ത് കൊണ്ടാക്കണം. അതിപ്പോ എങ്ങനെ? ഇവിടെ കാവൽക്കാരൊക്കെ ഇല്ലേ? അതൊന്നും സാരമില്ല. വസുദേവനോട് പറഞ്ഞു, അവരൊക്കെ ഉറങ്ങിക്കോളും. എന്റെ കയ്യിൽ വെലം കൊണ്ടല്ലോ, അതൊക്കെ പൊട്ടിമാറിക്കോളും. ജയിലിന്റെ കതവുകളൊക്കെ സ്വയം തുറക്കപ്പെടും. യമുനാ നദിയുടെ വെള്ളം വറ്റിക്കോളും. അല്ല, ഇത്രയൊക്കെ ഭഗവാന് കഴിവുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ അച്ഛനും അമ്മയും ജയിൽ വിട്ടുപോയിക്കോട്ടെ. അത് അങ്ങനെയൊക്കെ പോയാൽ കംസൻ കുഴപ്പമുണ്ടാക്കൂല്ലേ? എന്താ അത് തടയാനുള്ള കഴിവില്ലേ? ഇത്രയൊക്കെ കഴിവുള്ള ആൾക്ക് അത് തടയാനുള്ള കഴിവില്ലേ? അതൊന്നും ചോദിക്കരുത്. ഈ കളി മുഴുവൻ നടത്തുന്നത് ഭഗവാനാണ്. കംസൻ ഭഗവാനാണ്, രാവണൻ ഭഗവാനാണ്. അങ്ങനെ ആയാൽ പിന്നെ ഈ ചോദ്യത്തിനൊക്കെ അവകാശമുണ്ടോ? ഒരു രസം. അദ്ദേഹം എന്തിനാ രസിക്കുന്നത്? വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്തിമമായിട്ട് അദ്ദേഹം രസിക്കുന്നുമില്ല.
സിദ്ധാന്തോ അധ്യാത്മശാസ്ത്രാണാം സർവാപന്നവയവഹി നാവിദ്യ അസ്ഥിനോ മായ സർവം ബ്രഹ്മേതമാതം. ഈ പരമശാസ്ത്രീയമായ സത്യം, മറ്റൊന്നിനും ശാസ്ത്രീയതയില്ല. ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ശാസ്ത്രീയതയുമില്ല. ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരാളിന് ഭഗവാൻ അവതരിച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ പലപ്പോഴും ഇരുന്ന് ചിരിച്ചു വീഴുള്ളൂ. ഭഗവാൻ അവതരിച്ചു, എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? അപ്പൊ എന്തിനത് പറഞ്ഞു? ഇവിടെ ഭഗവാനേ ഉള്ളൂ, ഭഗവാൻ തന്നെയാണ്. ഭാഗവതം പറയുന്നു ഭഗവാന്റെ ആദ്യത്തെ അവതാരം പ്രപഞ്ചമായിട്ടാണ്. പ്രപഞ്ചമാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം. അത് വെച്ചാൽ ഉണ്ടെന്ന് തോന്നിച്ചു, അല്ലാതെ പ്രപഞ്ചമായിട്ടും ഒന്നും ഭഗവാന് അവതരിക്കുന്നില്ല. എന്തായാലും കൃഷ്ണന്റെ അവതാരം തൊട്ട് ദശരഥന് രാമൻ ജനിച്ചു. കുറച്ചു ദിവസം ബാല്യം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. വിശ്വാമിത്രൻ വന്നു കൂട്ടിക്കൊണ്ടുപോകാൻ, രാക്ഷസന്മാരെ കൊല്ലാൻ. അപ്പോഴേ തുടങ്ങി ദശരഥന് യാതൊരു സ്വസ്ഥതയുമില്ല. ഈ കുട്ടികളെ അയച്ചാൽ എന്താവും സ്ഥിതി, അയച്ചില്ലെങ്കിൽ വിശ്വാമിത്രൻ കുഴപ്പമുണ്ടാക്കും. ഒടുവിൽ അയച്ചു. സീതയെ കല്യാണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ പരശുരാമനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. വല്ല സ്വസ്ഥതയുണ്ടോ? പിന്നത്തെ കാര്യമൊക്കെ അറിയാമല്ലോ. ആ കുടുംബം കുഴപ്പത്തിലാവുകയാണ്, മുഴുവൻ കുടുംബവും. എന്താ ഇത്? എന്താ ഭഗവാൻ വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വീടുകളിലുണ്ട്. ഒരുപാട് പേര് എന്നോട് ഒന്ന് പറയാറുണ്ട്, ഭഗവാൻ ഈ പ്രശ്നമൊക്കെ ഒന്ന് തീർത്തു തരണമല്ലോ. ഭഗവാൻ ജനിച്ച അയോധ്യയിൽ ദശരഥന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് കഴിഞ്ഞോ? ആദ്യം ഞാൻ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ദശരഥൻ നിലവിളിക്കുകയാണ്, നിലവിളി. രാമനങ്ങ് ആ നിലവിളി തീർക്കാൻ ഭഗവാന് കഴിഞ്ഞോ? അതൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ ആ അവതാരമാണ്. അപ്പൊ എന്തിന് പിന്നെ ഈ അവതാര കഥ? വ്യാസൻ ഭാഗവതത്തിൽ എന്തു പറയുന്നുവെന്നോ? ഒരവതാരം ഉണ്ടായിട്ടില്ല. ഞാനല്ല, ചുമ്മാതെ വെറുതെ അജ്ഞാനികൾ ഭഗവാൻ അവതരിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാനല്ല. യഥാ നഭസി മേഘൗഖോ രേണുർവാ പാർത്ഥിവോ അനിലേ തഥാ ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിः. അജ്ഞന്മാർ, ഭഗവത് തത്വമെന്തെന്ന് നിശ്ചയമില്ലാത്തവർ ആകാശത്തിൽ മേഘഖണ്ഡങ്ങൾ നിരന്നിരിക്കുന്നത് പോലെ, ആകാശത്തിന് മേഘവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ആകാശത്തിൽ മേഘഖണ്ഡങ്ങൾ ഉയർന്നിരിക്കുന്നത് പോലെ ഭൂമിയുടെ പൊടി വായുവിനെ മുഴുവൻ മലിനം ആക്കുന്നു എന്ന് കരുതുന്നത് പോലെ, യഥാ നഭസി മേഘൗഖോ രേണുർവാ പാർത്ഥിവോ അനിലേ തഥാ ദ്രഷ്ടരി ദൃശ്യത്വം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജഗദീശ്വരങ്കൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ദൃശ്യം ഉണ്ടെന്ന് ആരോപിതം അബുദ്ധിഭിः. ബുദ്ധിയില്ലാത്തവർ ആരോപിക്കുന്നു, അജ്ഞന്മാർ. ജനിച്ചു എന്നൊക്കെ തോന്നുന്നത് വെറും മായ. അങ്ങനെയൊന്നുമല്ല സാർ. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ സ്വാത്മാനം സൃജാമ്യഹം. അപ്പം ഞാൻ എന്നെ സൃഷ്ടിക്കും, അതാണ് അവതാരം. എന്തിനാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് മാത്രം പോരാ, പിന്നെ ഓരോ യുഗത്തിലും വന്ന് ജനിച്ച് അതിനെ നേരെയാക്കാനുള്ള ബദ്ധപ്പാട്. ഭഗവാൻ എന്ത് ബദ്ധപ്പാടാണ് വാസ്തവത്തിൽ. പക്ഷേ എന്നിട്ട് ഭഗവാൻ അടുത്ത് പറയുന്നു,
ആരെങ്കിലും ഭഗവാനോട് തിരിഞ്ഞ് ചോദിച്ചാലോ, അങ്ങ് ജനിക്കാത്ത ആളല്ലേ, അങ്ങ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ, ആനന്ദസ്വരൂപനല്ലേ, പിന്നെ അങ്ങെന്തിനാ അവതരിച്ചത് എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ ഉത്തരവുണ്ട്. എടോ, ഇയാൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതേവരെ ഞാൻ ആരാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ ഇയാൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനായി ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്നെ അന്വേഷിക്കണം എന്ന് പ്രേരിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഈ വിദ്യകളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഇന്ദ്രജാലങ്ങളൊക്കെ എന്തിന്? അന്വേഷിക്കൂ. ഈ ഇന്ദ്രജാലമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ത്? അനന്തകോടി സൂര്യന്മാരെ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ സ്വരൂപം എന്ത്? അനന്തകോടി സൂര്യന്മാരുണ്ടോ? അന്വേഷിക്കൂ. അന്വേഷിക്കാതെ, എന്നെ അന്വേഷിക്കാതെ, അതാണ് എന്നോട് യഥാർത്ഥ ഭക്തി ഇല്ലാതെ മാറി നിന്ന് അത് എന്തിനു ചെയ്തു ഇത് ചെയ്തു അത് ചോദിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒരിക്കലും അതിന് ഉത്തരം കിട്ടില്ല. എൻ്റെ യഥാർത്ഥ സ്വരൂപം അന്വേഷിക്കൂ. അന്വേഷിച്ചാൽ അതാണ് വേദാന്തം പറയുന്നത്, സിദ്ധാന്തോധ്യാത്മശാസ്ത്രാണാം സർവാപന്നവഃ. അന്വേഷിച്ച നമ്മുടെ ഋഷിമാർ പരമമായി പറയുന്നു സർവാപന്നവഃ. എല്ലാം നിഷേധിക്കുന്നു. എല്ലാം നിഷേധിക്കുന്നു എന്നത് അവിദ്യാസ്തി നോ മായ. അവിദ്യയില്ല, മായയില്ല. പിന്നെന്താ ഉള്ളത്? സർവം ബ്രഹ്മേദമാതം. ഈ കാണുന്നതൊക്കെ ഒരേ ഒരു അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം മാത്രം, ബോധം മാത്രം. ഇത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലേ? ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാകുന്നതുവരെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ശാസ്ത്രീയമായ ഒരൊറ്റ സത്യമേ ഉള്ളൂ. ശാസ്ത്രീയമായ സത്യം രണ്ടില്ല. ആ സത്യം ഇപ്പം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജന്മമരണഭ്രമം, ഏറ്റവും വലിയ ഭ്രമം അതാണ്. ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള ഭ്രമം. ആ ഭ്രമം അത് നിശ്ചയമായും തുടരേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങിങ്ങനെ ജനിച്ചോ, അങ്ങനെയല്ല, അങ്ങ് ജനിക്കാത്തവനാണെന്നാണല്ലോ പറയുക. അതൊക്കെ ശരി തന്നെടോ. അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ. ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ അജനാണ്, ഗീതയാണ്. ഈ അവതാരത്തൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറയുകയല്ല. സാക്ഷാൽ കൃഷ്ണൻ, ഇടം ഞാൻ ജനിച്ചിട്ടില്ല. അജോപിസൻ അവ്യയാത്മാ, എൻ്റെ സ്വരൂപത്തിനൊരിക്കലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇത് അവതാരത്തിൻ്റെ ശ്ലോകങ്ങൾ കഴിഞ്ഞു പറയുകയാണ്. അജോപിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ. ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളുടെയും ഈശ്വരൻ, അവയെ സൃഷ്ടിച്ചതും അവയെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവയെ ഇല്ലാതാക്കുന്നതും ഞാനാണ്. ഈശ്വരോപിസൻ, സർവഭൂതങ്ങളുടെയും. അജോപിസൻ അവ്യയാത്മാ, സർവഭൂതം എന്ന് പറഞ്ഞാലോ രാവണന്റെയും ഹിരണ്യകശിപുവിൻ്റെയും അതുപോലെ നമ്മൾ കാണുന്ന അസുരന്മാരുടെയും, അവരൊക്കെ തന്നെ വെറും ഇന്ദ്രജാല രൂപങ്ങൾ. അജോപിസൻ അവ്യയാത്മാ ഭൂതാനം. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി നോക്കുക. സകല ഭൂതങ്ങളുടെയും ഈശ്വരനാണ്. ആ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാലുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ആ കാഴ്ച ഇങ്ങനെ തോന്നും. ഞാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ അതുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഈശ്വരന് രാവണനെയും ഹിരണ്യകശിപുവിനെയും ഒക്കെ നിങ്ങളുണ്ടായിരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ. അദ്ദേഹം ഇനി ജന്മമെടുത്ത് അതെന്തിനാ പിന്നെ ഭൂതാനാം ഈശ്വരോപിസൻ.
പ്രകൃതി സ്വാമധിഷ്ഠായ, എൻ്റെ പ്രകൃതിയെ അംഗീകരിച്ച് എൻ്റെ ഒരു സ്വഭാവം സംഭവാമ്യാത്മമായയാ, മായയാ സംഭവാമി. എന്താ ഈ മായയാ സംഭവാമി എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരിക്കലും സംഭവിക്കുന്നില്ല. ഒരു ഇന്ദ്രജാലികൻ തൻ്റെ ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഒരു യോദ്ധാവിനെ സൃഷ്ടിച്ച് കാണിക്കുന്നു. അവിടെ യോദ്ധാവുണ്ടോ? ഇല്ലേ ഇല്ല. അയാൾ സങ്കല്പിച്ചു മറ്റുള്ളവർ കാണട്ടെ എന്ന് കാണുന്നു. അവിടെ യോദ്ധാവുമില്ല, യുദ്ധവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ മായയാ സംഭവാമി, മായ കൊണ്ട് സംഭവിക്കുന്നു. ഈ ഇല്ലാത്ത മായാരൂപങ്ങളെ ഉണ്ടെന്ന് കരുതി ജഗദീശ്വരൻ്റെ യഥാർത്ഥ തത്വം എന്തെന്ന് അന്വേഷിക്കാതെ കഥകളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞാൽ നമ്മുടെ ജീവിതം വീണ്ടും കൂരി ഇരുട്ടിലേക്ക് പതിക്കുകയല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല.